ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചാണ്. അതിലൊരു പ്രധാന പ്രൊജക്റ്റാണ് ഭാരത് മാല പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 35,000 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റികളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ റോഡ് ശൃംഖല ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊജക്റ്റാണ് ഭാരത് മാല എന്ന് പറയുന്നത്. $130 ബില്യൺ ആണ് ഇതിന് പറയുന്ന പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ധാരാളം പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് സാഗർ മാല പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പോർട്ടുകളെയും റിനോവേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല കോസ്റ്റൽ കൾച്ചർ, ഒരു പോർട്ട് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. അതാണ് മറ്റൊരു ഹയസ്റ്റ് എക്സ്പെൻസീവ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് ബോംബെയിലെ ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് കൂടാതെ മറ്റൊരു വലിയ പ്രൊജക്റ്റ് കൂടി നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് ബോംബെയിൽ. അതാണ് മറ്റൊരു വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതായത് ബോംബെയിൽ നിന്നും ഗുജറാത്ത് വഴിക്ക് ഡൽഹി ആ റീജിയനിലേക്ക് ഇൻഡസ്ട്രിയൽ സോണുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ റോഡ് ശൃംഖല. ഇതാണ് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന പ്രൊജക്റ്റ്. ഇതും വൺ ഓഫ് ദ മേജർ പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രൊജക്റ്റാണ് ചെനാബ് ബ്രിഡ്ജ്. ജമ്മു കാശ്മീരിൽ വളരെ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു വലിയ ബ്രിഡ്ജിന്റെ പ്രൊജക്റ്റാണ് ചെനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബുള്ളറ്റ് ട്രെയിൻ. അതായത് ബോംബെയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് സഞ്ചരിക്കാൻ 500 കിലോമീറ്റർ ദൂരം വെറും 2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് ഉണ്ട്. 2 മണിക്കൂർ കൊണ്ട് ബോംബെയിൽ നിന്നും അഹമ്മദാബാദിലെത്തുകയും 2 മണിക്കൂർ കൊണ്ട് ബോംബെയിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന ഒരു വലിയ പ്രൊജക്റ്റ്. അതായത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ്. മറ്റൊന്ന് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്ക് ഏകദേശം 1500 കിലോമീറ്റർ ദൂരം 8 ലൈൻ റോഡ് ശൃംഖല ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു പ്രൊജക്റ്റ്. വേറൊന്നാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റികൾ കേന്ദ്രീകരിച്ച് ധാരാളം മാൾ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, കോർപ്പറേറ്റ് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യമാണ്, ഹൗ വി വിൽ ഫൈൻഡ് ദ മണി ഫോർ ദിസ് പ്രൊജക്ട്സ്. ഇവിടെയാണ് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത്തരം വലിയ വലിയ പ്രൊജക്റ്റുകൾ കോർപ്പറേറ്റ് രംഗത്തും അതുപോലെ ഗവൺമെന്റ് തലത്തിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാങ്കുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. പക്ഷെ ബാങ്കുകൾക്ക് ഫണ്ട് ലഭിക്കുന്നതിന് അപ്പുറം മറ്റേതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്ന മറ്റൊരു മാധ്യമമാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിക്ഷേപം നടത്തുകയും നമുക്ക് സാധാ ബാങ്ക് FDയേക്കാൾ മികച്ചൊരു റിട്ടേൺ അതിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ കൂടിയ റിട്ടേൺ അതുപോലെ ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് കിട്ടുകയും ബാങ്ക് FDയേക്കാൾ നല്ലൊരു വരുമാനം നേടാൻ ഓരോ വ്യക്തിക്കും നല്ലൊരു അവസരം ലഭിക്കുന്നതോടുകൂടി രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാഗമാവാൻ നമുക്ക് കഴിയും. സോ 2 ആംഗിളിലാണ് നമ്മളിത് കാണേണ്ടത്. ഒന്ന് അവർ സെൽഫ് ബെനിഫിറ്റ്, നമുക്ക് വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന ലാഭം. മറ്റൊന്ന് രാജ്യത്തിന്റെ നിർമ്മിതിയുടെ ഭാഗമായി നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഏതാനും ഫണ്ടുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് റിലയൻസ് മണി, അതുപോലെ HDFC, ICICI ബാങ്ക്, SBI, ഫ്രാങ്ക്ലിൻ ഇന്ത്യ. ഇതൊക്കെയാണ് മേജർ ലീഡിങ് ഡെപ്റ്റ് ഫണ്ട്
AMCകൾ എന്ന് പറയുന്നത്. പക്ഷേ ഡെപ്റ്റ് ഫണ്ടും FD റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു FDയിൽ അതല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ക്യാഷ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 3% മുതൽ 7% വരെയാണ് നമുക്ക് മാക്സിമം നമുക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ ഇതേ ലാഭം നമുക്ക് 7% നിന്നും ഒരു 10% നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടി കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റിൽ വി ഹാവ് സിമിലർ ഓപ്ഷൻ സെയിം ലൈക്ക് FD. യു ഹാവ് ടു ചൂസ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം ഇത് ആർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ തന്ന ധാരാളം പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ പറഞ്ഞു തന്നപ്പോൾ അതിലെല്ലാം റിസ്ക് വോളിയം എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ നമുക്ക് വളരെ കൂടുതൽ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജ് റിസ്ക് അല്ലെങ്കിൽ മോഡറേറ്റ് റിസ്ക് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് കൂടിയ ലാഭം നേടാൻ പറ്റാവുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫണ്ടിനെ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ICICI ബാങ്ക്, HDFC ബാങ്ക്, SBI എന്നീ മെയിൻ സ്ട്രീം ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് പരിഗണിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഔട്ട് പെർഫോമിംഗ് റിസൾട്ട് നൽകിയിട്ടുള്ള ഒരു AMC ആണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ്, അതായത് മ്യൂച്വൽ ഫണ്ടിലെ ഡെപ്റ്റ് കാറ്റഗറിയിൽ നടത്താൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ്, അതിന് മ്യൂച്വൽ ഫണ്ട് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രോബബ്ലി ദാറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ യു പീപ്പിൾ ടു ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് 2-3 രൂപത്തിലാണ് ഈ ഡെപ്റ്റ് ഫണ്ടുകളെ കൈകാര്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു 90 days ക്രെഡിറ്റ് ഓർ 180 days ക്രെഡിറ്റ്. ഈ 2 മെത്തേഡിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഇവിടെ ലിക്വിഡ് ഫണ്ടുകളാണെങ്കിൽ അത് ഒരു 90 days ഡ്യൂറേഷനിലാണ് അത് നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 180 days ആണ്. ഇവിടെ നമ്മുടെ നിക്ഷേപത്തിന് ഈ ബാങ്ക് നമുക്ക് തരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്രാങ്ക്ലിൻ ഇന്ത്യ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് തരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് 180 days ആണ്. സോ നിങ്ങൾ 1 വർഷം ബാങ്കിൽ നിക്ഷേപം നടത്തി FD ഇട്ടിട്ട് 7% വരെ മാക്സിമം ലാഭം നേടുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആണ് 7 മുതൽ 10% വരെ ഓർ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കാവുന്ന ഡെപ്റ്റ് ഫണ്ടുകൾ നിക്ഷേപിക്കുക എന്നത്. സോ നമ്മൾ വിവിധ തരം പ്രൊജക്റ്റുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു നിക്ഷേപ മാധ്യമമാണ് ഡെപ്റ്റ് ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം കണ്ടെത്തുക എന്നത്. കാരണം പല രൂപത്തിൽ നമ്മൾ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്നുണ്ട്, അതുപോലെ ബാങ്കിൽ FD ഇടുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നുണ്ട്, ഗോൾഡിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ പലതും നമുക്ക് കൂടുതൽ റിസ്ക് തരുന്നു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ കൂടുതൽ റിസ്ക് ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നുണ്ട്. കാരണം അതിന് ലിക്വിഡിറ്റി തീരെ ലഭിക്കാത്തൊരവസ്ഥ ഉണ്ട്. നമുക്ക് പലപ്പോഴും ലാൻഡ് മേടിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ റേറ്റിൽ നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും വർഷങ്ങളോളം അത് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഈസ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. But real estate is very good investment if you have a plot or a position in a very prime locations, and all other locations are always in trouble. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് എല്ലാം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ മോഡറേറ്റ് റിസ്കിലേക്ക് പോകുമ്പോൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്നത്. സോ ഇതിൽ പറയുന്ന മിനിമം നിക്ഷേപം എന്ന് പറയുന്നത് 5,000 rupees ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 500 വെച്ചിട്ടുള്ള മൾട്ടിപ്പിൾ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം. പക്ഷെ മിനിമം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5,000 rupees ആണ്. സോ ദിസ് ഈസ് ജസ്റ്റ് വി ആർ പ്രൊവൈഡിങ് യു ആൻ ഇൻസൈറ്റ് അബൌട്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. കാരണം ഡെപ്റ്റ് കാറ്റഗറിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഫണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ നാളെ നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെയാണ് ഈ കാറ്റഗറിയിലെ ലീഡിങ് ഫണ്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് പിന്നെ പെട്ടെന്ന് കിട്ടും. ICICI ബാങ്ക്, HDFC ഇവരെല്ലാം ലീഡിങ് ഫണ്ടുകളാണ്. പക്ഷേ അതിലേക്ക് വരുമ്പോൾ നിപ്പോൺ ഇന്ത്യ, അതുപോലെ UT അൾട്രാ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഫണ്ട്, ICICI, ആക്സിസ്, ടാറ്റ ഇവരെല്ലാം ഇതിൽ പിന്നെ പെർഫോമൻസ് കാണിക്കുന്ന ഇതേ കാറ്റഗറിയിൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫണ്ടുകളാണ്. പക്ഷേ അതിലേക്ക് ഒരു പുതിയ കമ്പനി വരികയാണ്, ദാറ്റ് ഈസ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഫണ്ടുകളും അവർ നമുക്ക് നൽകിയത് മാക്സിമം 7% ആണ്. സോ അതിൽ തന്നെ ഒരുപടി മുന്നിൽ കൂടുതൽ നമുക്ക് നൽകിയിട്ടുള്ളത് UT അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടാണ്. ഈ സോ ഫാർ ദിസ് കാറ്റഗറി ഈസ് പ്രൊവൈഡഡ് 7%. ബട്ട് എക്സെപ്റ്റ് UTI, all other AMCs they have given around 6% plus, including Nippon India, ICICI Prudential, Axis and Tata Ultra Fund. സോ ഇതിലേക്കൊരു പുതിയ കാറ്റഗറിയിലേക്ക് നമുക്ക് ഫ്രാങ്ക്ലിൻ ഇന്ത്യ വരുമ്പോൾ നമ്മൾ ഏകദേശം 8ഓളം ക്രൈറ്റീരിയ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ക്രൈറ്റീരിയയും നമുക്ക് പിന്നെ ഓവർകം ചെയ്തുകൊണ്ട് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും അത് കൂടുതൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് തത്തുല്യമായ ഒരു റിട്ടേൺ ലഭിക്കുന്നതിനും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ നല്ലൊരു റിട്ടേണിലേക്ക് നമ്മുടെ നിക്ഷേപത്തെ കൊണ്ടുപോകുന്നതിനും ഒരു പക്ഷേ ഫ്രാങ്ക്ലിൻ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. സോ ഇഫ് എനിവൺ is willing to invest, then you try to invest in Franklin India Fund rather than investing in other companies' debt fund. This is our direction for you people to invest. So this is all about debt fund, and I will come again with another interesting video. Thank you very much, my friends.